കെട്ടിയന്മാരെ മുടിപ്പിക്കാൻ പറ്റിയ സമയം ഏതാന്ന് പറയാൻ എനിക്ക് അറിയില്ലെങ്കിൽ വാ നമ്മൾ പറഞ്ഞുതരാം. വേറെ ഏതാ നമ്മുടെ പ്രഗ്നൻസി ടൈം തന്നെ ഇടാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലേ ഇത് നോ എന്നുള്ള വാക്ക് പറയില്ല. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ 3 മാസമല്ലേ എന്ത് കൊതി വന്ന് നമ്മൾ വാങ്ങിച്ചാലേ അതൊക്കെ കൊണ്ടുപോയി കൊട്ടാനുള്ളതാ. അപ്പൊ അത് അങ്ങനെ പോയി. സിനിമയിലും സീരിയലിലും പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ സമയത്ത് നിങ്ങൾക്ക് പച്ചമാങ്ങി മസാല ദോശ കഴിക്കാൻ കൊതിയിരുന്നല്ലേ. പക്ഷെ എങ്കിലും എന്താണ് എനിക്കിതൊന്നും വന്നിട്ടില്ല. എനിക്ക് മെയിനായിട്ട് കൊതി ഇറക്കിയിരുന്നത് ഫ്രൈഡ് ചിക്കൻ, ഷവർമ, ബർഗർ ഈ വക ഐറ്റംസിനോട്. ആദ്യത്തെ 2-3 മാസേ മൂപ്പര് നമ്മൾ പറയുമ്പോഴേക്കും ടേബിൾ കൊണ്ടുവന്ന് എത്തിക്കും. പിന്നെ മൂപ്പർക്ക് ഇതിന്റെ കിടപ്പങ്ങോട്ട് മനസ്സിലായി. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ വൈകാതെ മൂപ്പരുടെ പോക്കറ്റ് കാലിയാവും എന്നുള്ളത് ഏതോ മൊമെന്റിൽ മൂപ്പർക്ക് അങ്ങോട്ട് കത്തി. പിന്നീട് അങ്ങോട്ട് ഞാൻ എന്തേലും കൊതി പറയുമ്പോഴേക്ക് ഇതൊന്നും കുട്ടിക്ക് നല്ലതല്ലാന്ന് പറഞ്ഞിട്ടേ മൂപ്പരിൽ അതിന് മാറ്റി പിടിച്ച് ഇനി അങ്ങോട്ടേ കൊക്കിൽ ഒതുങ്ങിയത് കൊത്തിയാൽ മതിയെന്ന് വിചാരിച്ചിട്ടൊന്നും അറിയില്ല, ഫുൾ തട്ടുക സ്പെഷ്യലാക്കി. പിന്നെ അങ്ങോട്ട് അന്ന് മൂപ്പര് കൊണ്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാം ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷെ അതിൽ ഇഷ്ടമില്ലാത്തൊരു സംഭവം ഈ മുട്ട ഗ്രീൻ പീസ് ആയിരുന്നു. ആരോഗ്യത്തിന് നല്ലതാന്ന് പറഞ്ഞിട്ടേ മൂപ്പരാണെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരികയും ചെയ്യും. മൂപ്പര് വരുമ്പോഴേ കൈയുള്ള പൊതിയിൽ ഈ മുട്ട ഗ്രീൻ പീസ് എന്ന് പറയുമ്പോഴേ ഞാൻ ആദ്യം പോയിട്ട് കളറൊക്കാണ്ട് ഉറങ്ങും. പക്ഷേങ്കിലേ ഇതിന് കൂടുതൽ അവഗണിച്ചോണ്ടെന്നറിയില്ല ഈ ഒരു മഴക്കാലത്ത് ഇത് കഴിക്കാൻ എവിടുന്നോ ഒരു കൊതി വരുന്നു. പിന്നെ അങ്ങോട്ട് ഒന്നും നോക്കിയില്ല. ഇന്ന് നമുക്ക് ചായക്കടി ഇത് തന്നെയെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ്. ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ എത്തിക്കണം. പക്ഷേങ്കിലേ നിങ്ങളോട് ഒരേ ഒരു കാര്യമേ പറയുള്ളൂ, മുതലാക്കാൻ കിട്ടിയ അവസരം മാക്സിമം മുതലാക്കുക. പിന്നീട് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഒന്നും ഇല്ല, സ്വപ്നങ്ങളിൽ മാത്രമാണ്. അപ്പം നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട.